ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് കുക്കറിൽ ചോറ് വെക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് തയ്യാറാക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഞാൻ ഈ രീതിയിലാണ് എപ്പോഴും ചോറ് തയ്യാറാക്കുന്നത്. ചിലർ പരാതി പറയുന്നത് കേൾക്കാം, കുക്കറിൽ ചോറ് വെക്കുമ്പോൾ വെന്തു പോയെന്നും ഒട്ടിപ്പിടിക്കുന്നെന്നും ഒരു പശവശപ്പ് ചോറിനുണ്ടെന്നും എല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ വിറകടുപ്പിൽ തയ്യാറാക്കുന്ന പോലുള്ള ചോറാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കാറുള്ളത്. ചോറ് വെക്കാനായിട്ട് 2 നാഴി ശൂലത്തിൻ്റെ കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ ചോറ് വെക്കുമ്പോൾ ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യുന്നത്. 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ ചോറ് വെക്കുന്നത്. അതിനായിട്ട് അരി എടുത്ത് വെച്ച ശേഷം കുക്കറിലേക്ക് പകുതി ഭാഗത്തോളം വെള്ളം പിടിച്ച് സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം അരി നല്ലവണ്ണം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ അരി ഇട്ട് കൊടുത്ത ശേഷം കുക്കറിൻ്റെ മുകൾ ഭാഗം വരെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിലേക്ക് ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തിളച്ച് തൂകുമെന്നൊന്നും പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഞാൻ 5 ലിറ്റർ കുക്കറിൻ്റെ കാര്യമാണ് പറയുന്നത്. 7 ലിറ്ററോ അതിൽ മുകളിലോട്ടുള്ള കുക്കറോ ഒക്കെ ആണെങ്കിൽ കുക്കറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ലിഡ് കൊണ്ട് കുക്കർ അടച്ചു കൊടുക്കാം. കുക്കറിൽ വെള്ളം വെക്കുന്നത് തൊട്ട് അരി വെന്ത് സ്റ്റൗ ഓഫ് ചെയ്യുന്നിടം വരെ സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ തന്നെ കത്തിച്ചിരിക്കണം. വിസിലടിക്കുന്നതിന് തൊട്ട് മുമ്പ് വെയിറ്റിൻ്റെ അടിയിൽ ഇതുപോലെ വെള്ളത്തിൻ്റെ ഒരു നനവ് വരുമല്ലോ, ആ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ വെയിറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം വരുന്നത് കാണാം. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം കുക്കർ അനക്കരുത്. ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ എയർ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. 25 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമേ കുക്കർ തുറക്കാവൂ. കുക്കർ തുറക്കുമ്പോൾ മുകൾ ഭാഗത്തൊന്നും വെള്ളം കാണത്തില്ല. തവിയുണ്ട് എന്ന് ഇളക്കി നോക്കുമ്പോൾ ഉള്ളിലോട്ടേ വെള്ളമുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്കൊരു ചോറെടുത്ത് ഞെക്കി നോക്കാം ചോറ് വെന്തിട്ടുണ്ടോയെന്ന്. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിലേക്ക് ഇനി കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ചോറ് ഒട്ടിപ്പിടിക്കാതെയും പശവശപ്പില്ലാതെയും ഒക്കെ നമുക്ക് കിട്ടുന്നത്. തവിയുണ്ട് എന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി കുക്കറിലുള്ള ചോറ് ഒരു കിഴുത്ത തവിയിൽ കോരി വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുക്കറിലുള്ള ചോറെല്ലാം കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും കലത്തിലുള്ള ചോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോറിന് മുകളിൽ നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. കലവും ചോറും എല്ലാം ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. കലം ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് വെള്ളം പോകാനായിട്ട് വാർത്തിടാം. ജോലിത്തിരക്കിനിടയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഇതുപോലെ ചോറ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ കട്ട കെട്ടുകയോ പശവശപ്പോ വെന്തു പോവുകയോ ഒന്നും ചെയ്യാതെ വിറകടുപ്പിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടും. നിങ്ങളിൽ പലരും ഈ രീതിയിലൊക്കെ ആയിരിക്കും ചോറ് വെക്കുന്നത്. പക്ഷേ അറിയാത്ത പലരും കാണുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യുന്നത്. അരിയുടെ വേവിലും കുക്കറിൻ്റെ കപ്പാസിറ്റിയിലും സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെയൊക്കെ വ്യത്യാസമനുസരിച്ച് ചോറിൻ്റെ വേവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചിലപ്പം ചെറുതായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ കുറഞ്ഞ സമയം കൊണ്ട് നല്ല രീതിയിൽ ചോറ് തയ്യാറാക്കിയെടുക്കാൻ ഈ രീതിയിൽ നിങ്ങളൊന്ന് കുക്കറിൽ ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.